തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി നുസൈബാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. 180ഓളം പേർക്കാണ് പെരിഞ്ഞനം സെയിൻറ്റ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയേറ്റത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ ഹോട്ടലിനെതിരെ നേരത്തെയും പരാതികളുണ്ടായിരുന്നു. 180 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന് പറയുന്നത് പല ദിവസങ്ങളിലായിട്ടായിരിക്കും. വല്ലാത്ത ഗുരുതരമായ ഒരു വിഷയമാണ്. നിലവിൽ ഈ ഹോട്ടലിലെ പരിശോധനകൾ ശക്തമായിരുന്നില്ലേ? എന്താണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കിയത്? ഈ പറയുന്നത് പോലെ കുഴിമന്തിയെ വില്ലനാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കുഴിമന്തി എന്ന് പറയുന്ന ഭക്ഷണത്തെക്കുറിച്ച് വില്ലനാക്കാതെ, പക്ഷേ ആ ഹോട്ടൽ ഈ ഭക്ഷണം പാചകം ചെയ്ത രീതിയാണ് പ്രശ്നം. അവിടുത്തെ അതോടൊപ്പം തന്നെ സുരക്ഷാ പരിശോധനകൾ ശരിയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ വൃത്തിയെ സംബന്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഹോട്ടലിനെതിരെ നേരത്തെയുള്ള ആരോപണങ്ങളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും? സിജു, ഹോട്ടലിനെ കുറിച്ച് സ്ഥിരമായി അത്തരത്തിൽ പരാതി ഉയർന്നിട്ടുള്ള ഒരു ഹോട്ടലല്ല. പക്ഷേ 2 മാസങ്ങൾക്ക് മുൻപ് ഈ ഹോട്ടലിൽ ചെറിയ തോതിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു. അന്ന് പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തുകയും അന്ന് നോട്ടീസ് നൽകി ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും അതിനുശേഷം തുറന്നതാണ്. കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധ ഉണ്ടായത് ശനിയാഴ്ച രാത്രിയോടുകൂടി അതായത് ശനിയാഴ്ച വൈകുന്നേരം പാർസലായി ഭക്ഷണം വാങ്ങി കഴിച്ചവർക്കാണ് ആദ്യമായി ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. അത് ഞായറാഴ്ച രാവിലെയാണ് അതറിയുന്നത്. ഞായറാഴ്ച പുലർച്ചെ ആയപ്പോഴേക്കും 50ഓളം പേർ ഭക്ഷ്യവിഷബാധയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. പ്രധാനമായും കുഴിമന്തി പാർസലായി വാങ്ങി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. പക്ഷേ കുഴിമന്തിയിലെ ഇറച്ചിയാണോ അതോ കുഴിമന്തിക്കൊപ്പം നൽകിയ മയോണൈസാണോ വില്ലൻ എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചവരിൽ പലരും പറയുന്നത് മയോണൈസാണ് വില്ലൻ എന്നാണ്. കാരണം മയോണൈസ് കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് സംസാരിച്ചിരുന്ന ഒരു വ്യക്തി പറഞ്ഞത് അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിയപ്പോൾ 4-5 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ ഈ മയോണൈസ് കഴിച്ചില്ല. ആ 2 പേർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതുമില്ല. അതുകൊണ്ട് തന്നെ മയോണൈസ് ആണ് എന്നാണ് ഭക്ഷണം കഴിച്ചവർ പറയുന്നത്. എന്തായാലും മയോണൈസ് വില്ലനായ ഒരുപാട് സംഭവങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. കാരണം മയോണൈസ് വളരെ പെട്ടെന്ന് തന്നെ വിഷപദാർത്ഥമായി മാറുന്നൊരു വസ്തുവാണ്. എന്തായാലും ശനിയാഴ്ച വൈകിട്ട് ഇപ്പോൾ നമ്മൾ നേരെ സൂചിപ്പിച്ച പോലെ ഇന്ന് മരണമടഞ്ഞ പൊന്മാനിക്കുടം സ്വദേശി നുസൈബയുടെ വീട്ടിൽ ശനിയാഴ്ച വൈകിട്ട് ഇവർ പാർസലായി ഭക്ഷണം വാങ്ങി കഴിച്ചിരുന്നു. വീട്ടുകാരെല്ലാം ഭക്ഷണം കഴിച്ചു. ഇതിൽ 3 പേർ ഞായറാഴ്ച രാവിലെ തന്നെ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പക്ഷേ ഇന്ന് മരണമടഞ്ഞ നുസൈബയ്ക്ക് ഞായറാഴ്ച ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെയാണ്. തീർച്ചയായും കുഴിമന്തി തന്നെയാണ്. അതായത് ഈ അസുഖമുണ്ടായ മിക്കവരും വാങ്ങിയിട്ടുള്ളത് കുഴിമന്തിയായിരുന്നു. പക്ഷേ മയോണൈസാണ് ഈ വിഷബാധ ഉണ്ടാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. അത്തരത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈ മയോണൈസും കുഴിമന്തിയുടെ ഇറച്ചിയും ഉൾപ്പെടെ ഭക്ഷ്യ വസ്തുക്കളുടെ സാമ്പിൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം വരുമ്പോഴാണ് യഥാർത്ഥ വില്ലൻ കുഴിമന്തിയിലെ ഇറച്ചിയാണോ ഈ മയോണൈസ് ആണോ എന്നത് നമുക്ക് വ്യക്തമാവും. എന്തായാലും മയോണൈസ് 180ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റെന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? കാരണം ഈ 1-2 ദിവസമാണ്. അതിന് മുമ്പ് തന്നെ ഈ ഭക്ഷ്യവിഷബാധ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ തിയോഫിൻ പറഞ്ഞ പോലെ 2 മാസത്തിന് മുമ്പ് ഈ ഹോട്ടൽ ഈ ഭക്ഷ്യ സുരക്ഷയുടെ പേരിൽ തന്നെ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതർ. നിലവിൽ ഈ 180 പേരും 1-2 ദിവസം കൊണ്ടാണോ ആശുപത്രിയിലായത്? സിജു, ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ഭക്ഷണം കഴിച്ചത് ഒറ്റ ദിവസം തന്നെയാണ്. ശനിയാഴ്ച വൈകിട്ടാണ്. ശനിയാഴ്ച വൈകിട്ട് ഭക്ഷണം പാർസലായി വാങ്ങി കഴിച്ചവരാണ് കൂടുതൽ പേരും ആശുപത്രിയിലായിട്ടുള്ളത്. അതിൽ 50ഓളം പേർ ഞായറാഴ്ച രാവിലെ തന്നെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞായറാഴ്ച വൈകുന്നേരമായപ്പോഴേക്കും ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 80 കഴിഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ ചികിത്സ തേടിയവർ ഉൾപ്പെടെ ഇന്നലെ വൈകിട്ട് ലഭ്യമായ റിപ്പോർട്ട് പ്രകാരമാണ് ഔദ്യോഗികമായ കണക്കനുസരിച്ച് 178-ലധികം പേർ 178 എന്നാണ് കണക്ക്. പക്ഷേ അതിലധികം പേർ ചികിത്സ തേടിയിട്ടുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായവർ ചിലർ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ഇത് ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ യാത്രയ്ക്കിടയിൽ പലരും ഭക്ഷണം വാങ്ങി കഴിച്ചവരുണ്ട്. രാത്രി വൈകി ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പോയവർ ചിലരും വയറിന് ബുദ്ധിമുട്ടുകളുണ്ടായി ചികിത്സ തേടിയതായും റിപ്പോർട്ടുണ്ട്. എന്തായാലും അത് നമ്മൾ ഈ സൂചിപ്പിച്ച 178-ന്റെ കണക്കിൽ വന്നിട്ടില്ല. എന്തായാലും 180ഓളം പേർ ഏറ്റവും കുറഞ്ഞത് ചികിത്സ തേടിയിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടോ നിലവിൽ? തന്നെയാണ് സിജു, ഇതിൽ ഇന്ന് മരണമടഞ്ഞ വ്യക്തിക്കായിരുന്നില്ല ആദ്യം ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം അനുഭവപ്പെട്ടത്. ഇവർക്ക് എല്ലാവർക്കും കൂടുതൽ പേർക്കും ഞായറാഴ്ച രാവിലെ മുതൽ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ ഈ മരണമടഞ്ഞ നുസൈബയ്ക്ക് ഞായറാഴ്ച പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. ഇവർക്ക് തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. പക്ഷേ പെരിഞ്ഞനം പഞ്ചായത്തിൽ തന്നെ ഉൾപ്പെട്ട മറ്റൊരു സ്ത്രീക്ക്
ഞായറാഴ്ച മുതൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഞായറാഴ്ച രാവിലെ തന്നെ അവരെ IC യൂണിറ്റിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള അവരെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നത്. പക്ഷേ അവർ ഇന്നലെ തന്നെ അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ട്. മറ്റാരും നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി ചികിത്സയിലില്ല. പലരും ആശുപത്രിയിലുണ്ട്. കുറേ പേർക്ക് വയറിളക്കം ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നുണ്ട്, വയറുവേദനയുള്ളവരുണ്ട്, ഛർദിയുള്ളവരുണ്ട്. അത്തരത്തിലുള്ള വിവിധ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്, വയറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് മിക്കവർക്കും അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് പലരും ചികിത്സ തേടിയത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ തോതിൽ വയറുവേദനയൊക്കെ അനുഭവപ്പെടുന്നവർ ചിലർ ചികിത്സ തേടാതിരുന്നിട്ടുണ്ടാകാം. കാരണം ശരി, തിയോഫിനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് 180 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഭക്ഷ്യവിഷബാധ എന്ന സംശയം ആണ് ഉയരുന്നു. ഒരാൾ മരിക്കുകയും ചെയ്തു, ചികിത്സയിലായിരുന്നു. നിലവിൽ അതേ കുടുംബത്തിലെ 3 പേർ കൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന തുടരുകയാണെന്നുള്ള വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.